ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. 2 മാസങ്ങൾക്ക് ശേഷം ഒരിക്കൽ കൂടി സോളാർ കേസിനെ സംബന്ധിച്ച വാർത്ത എല്ലാ പത്രങ്ങൾക്കും ലീഡ് വാർത്തയായി തീരുന്നു. 1-2 പത്രങ്ങൾക്ക് ഒഴിച്ച് എല്ലാ പത്രങ്ങളും അത് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി സെൻട്രൽ സ്പ്രെഡിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്നതുകൊണ്ടാണ്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസവും പറഞ്ഞു, മാധ്യമങ്ങൾക്ക് നേരെ താക്കീതിൻ്റെ സ്വഭാവത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, നിങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആക്ഷേപങ്ങളിൽ 1% സത്യമുണ്ടെങ്കിൽ എനിക്ക് ഈ കസേരയിൽ തുടരാൻ അർഹതയില്ല, അവകാശമില്ല. ഏതായാലും മാധ്യമങ്ങളുടെ പ്രചരണം ഒരു വഴിക്ക്, മുഖ്യമന്ത്രിയുടെ പ്രതിരോധം മറുവഴിക്ക് എന്ന് നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഇവയ്ക്കിടയിൽ എവിടെയോ ഒരു കണ്ടുമുട്ടൽ, ഒരു കൂട്ടിമുട്ടൽ സംഭവിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ചോദ്യം ചെയ്തു. ഈ കേസുമായി ബന്ധിപ്പിച്ച് ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞത് അഡ്വക്കേറ്റ് ജനറലാണ്, പറഞ്ഞതാകട്ടെ ഹൈക്കോടതിയിലുമാണ്. വിചിത്രമാണ് ഈ കേസിൻ്റെ നാൾ വഴികൾ. കാരണം സാധാരണഗതിയിൽ ഒരാളെ ചോദ്യം ചെയ്താൽ ചോദ്യം ചെയ്യുന്ന സമയത്ത് പത്രങ്ങൾ അതറിയും, പത്രങ്ങൾ സ്വാഭാവികഗതിയിൽ അത് റിപ്പോർട്ട് ചെയ്യും, അത് മുഖ്യമന്ത്രിയാണെങ്കിലും. എന്നാൽ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ചോദ്യം ചെയ്തത്. ആ കാര്യം നമ്മൾ മാലോകരറിയുന്നത് അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഒരു വിശദീകരണത്തിൽ നിന്നാണ്. അതും ഹൈക്കോടതിയിലെ മുന്നിൽ നിന്നാണ് ആ വാർത്ത നമ്മെ തേടിയെത്തുന്നത്. മലയാള മനോരമയ്ക്ക് പോലും അത് ലീഡ് വാർത്തയാക്കേണ്ടി വരുന്നു. മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തു എന്ന് AG എന്നാണ് അത് നൽകിയിരുന്ന ശീർഷകം. സോളാർ കേസിൽ മുഖ്യമന്ത്രിയുടെ പങ്കിൻ്റെ പേരിൽ കോടതിയിൽ വാഗ്വാദം, CCTV ദൃശ്യങ്ങൾ പരിശോധനയ്ക്ക് അയച്ചു എന്ന് അഡ്വക്കേറ്റ് ജനറൽ തുടങ്ങിയ വിശദാംശങ്ങൾ ഈ വാർത്തയിൽ മനോരമ തരുമ്പോൾ മനോരമ ലീഡാക്കിയിരിക്കുന്ന രീതി കാണുക. മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തു എന്ന് AG പറഞ്ഞ അറിവിലപ്പുറം തങ്ങൾക്കതേക്കുറിച്ച് മെച്ചപ്പെട്ട ധാരണകളൊന്നും ഇപ്പോഴും ഇല്ല എന്ന നിലയ്ക്കാണ് മനോരമ പറയുന്നത്. മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തു AG എന്ന നിലയ്ക്കാണ് മറ്റു പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എങ്കിൽ ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും AGയെ ഏൽപ്പിച്ചുകൊണ്ട് മനോരമയുടെ മനോഹരമായ ശീർഷകം കാണുക, മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തെന്ന് AG. വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെ: സോളാർ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തതായി അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയെ അറിയിച്ചു. മുഖ്യമന്ത്രിയെ കണ്ടുവെന്ന് ശ്രീധരൻ നായർ പറയുന്ന 2012 ജൂലൈ 9 ദൃശ്യങ്ങൾ CCTVയിൽ ഉണ്ടെന്ന് കോടതിയുടെ ചോദ്യത്തിന് AG മറുപടി നൽകി. എന്നാൽ പിന്നീട് AGയുടെ ഓഫീസ് തന്നെ അത് നിഷേധിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയെ സംശയമില്ല എന്ന് ശ്രീധരൻ നായരുടെ അഭിഭാഷകൻ വാദത്തിനിടെ പറഞ്ഞു എന്ന് കോടതിയും പറഞ്ഞിട്ടില്ല എന്ന അഭിഭാഷകനും ചൂണ്ടിക്കാട്ടിയത് കോടതി മുറിയിൽ അല്പനേരം തർക്കത്തിന് വഴിവെച്ചു. ഏതായാലും ഒരാഴ്ചയ്ക്ക് മുമ്പ് മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തു എന്ന് AG സമ്മതിക്കുകയും പറയുകയും കേസ് ഡയറി അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ കേസ് ഏതാണ്ട് അതിൻ്റെ സമാപനത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് നമുക്കറിയാം. അപ്രകാരം സംഭവിക്കുമ്പോൾ നമുക്കറിയുന്നത് പോലെയാണെങ്കിൽ ഇതേ കോടതിയിൽ ADGP പറഞ്ഞിരുന്നത്, കോടതിക്ക് മുന്നിൽ പറഞ്ഞിരുന്നത് ശ്രീധരൻ നായർ എന്തായാലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് പരാതിയില്ല എന്ന് മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ശ്രീധരൻ നായർക്ക് ഈ കേസിൽ കക്ഷി ചേരേണ്ടി വരികയും താൻ അങ്ങനെ ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നും പത്തനംതിട്ട മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ 164 സ്റ്റേറ്റ്മെൻറ്റിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെന്നും അതിൽ മുഖ്യമന്ത്രിയുമായി ബന്ധിപ്പിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കേസുമായി ബന്ധിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഒരുപക്ഷെ കോടതി തന്നെ എന്നാൽ നിങ്ങൾ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ്, CCTV ദൃശ്യങ്ങൾ പിടിച്ചെടുക്കാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് പട എന്ന് ഇതെല്ലാം ഒരാഴ്ച കൊണ്ട് അവസാനിപ്പിച്ച് വൃത്തിയായി മോടിയായി നിൽക്കുന്നു പ്രോസിക്യൂഷൻ. അതാണ് AG പറഞ്ഞത്. മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തു. തീർന്നില്ല, സർവത്ര മൊഴിയെടുപ്പായിരുന്നു ഇന്നലെ. അതേ സംബന്ധിച്ച വാർത്തയും മനോരമ ഇന്ന് 1-ാം പേജിൽ തന്നെ തന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മൊഴിയെടുക്കുന്നതിന് മുൻപ് ബിജു രാധാകൃഷ്ണനും മറ്റും നൽകിയ ചില വ്യാജക്കത്തുകളുടെ നിജസ്ഥിതി കണ്ടെത്തുന്നതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട പലരുടെയും മൊഴി കഴിഞ്ഞ ദിവസം തന്നെ, അതൊരുപക്ഷെ ഒരാഴ്ച മുന്ന് മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്ന അന്ന് തന്നെ അവരുടെ മൊഴിയും എടുത്തിരുന്നു എന്നാണ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. സർവത്ര മൊഴിയെടുപ്പും അതുകൊണ്ടും തീർന്നില്ല. സെൽവരാജ് MLA
ഒരു കഥാപാത്രമായി വരികയുണ്ടായി എന്ന് നമുക്കറിയാം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ശ്രീധരൻ നായരും സരിതയും സന്ദർശിച്ചു എന്ന് പറയുന്ന ആ ക്രൂഷ്യൽ ദിവസം തന്നെ സെൽവരാജ് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ ഉണ്ടായിരുന്നു എന്ന് ഒരു പത്രം തെളിവടക്കം അവതരിപ്പിച്ചിരുന്നുവെന്ന് നമുക്കറിയാം. അതുകൊണ്ട് സെൽവരാജിൻ്റെയും മൊഴിയെടുത്തു. സെൽവരാജിൻ്റെ മൊഴിയെടുത്ത കാര്യവും മനോരമ 1-ാം പേജിൽ തരുന്നു. അതിങ്ങനെ: സോളാർ കേസിൽ ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മൊഴിയെടുത്ത പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് സെൽവരാജ് MLA-യുടെയും മൊഴിയെടുത്തു. സരിതയോടൊപ്പം താൻ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ സെൽവരാജും അവിടെ ഉണ്ടായിരുന്നു എന്ന ശ്രീധരൻ നായരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു സെൽവരാജിനെയും ADGP ഹേമേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കണ്ടത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ താൻ ശ്രീധരൻ നായരെ കണ്ടുവെന്നത് സെൽവരാജ് സ്ഥിരീകരിച്ചു. എന്നാൽ ഒപ്പം സരിത ഉണ്ടായിരുന്നു എന്നത് ശരിയല്ല എന്നാണ് രേഖാമൂലം നൽകിയ മൊഴിയിലുള്ളത്. ശ്രീധരൻ നായരെ കണ്ടു, എന്നാൽ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന സരിത എന്ന സുന്ദരിയായ സ്ത്രീയെ സെൽവരാജ് കണ്ടിട്ടേയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യം AG കോടതിയിൽ അവതരിപ്പിക്കുമ്പോഴും നാടകീയമായ മറ്റൊരു മുഹൂർത്തവും സംജാതമായി. സ്വാഭാവികഗതിയിൽ അദ്ദേഹം അത് അവതരിപ്പിക്കുകയായിരുന്നില്ല. നാടകം കളിക്കുന്ന കാര്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ ആഭിമുഖ്യത്തിലുള്ള മന്ത്രിസഭ, ആ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട കോടതിയിലെ സംവിധാനങ്ങൾ ഒക്കെ മികവ് പുലർത്തുന്നവരാണ്. AG ദണ്ഡപാണിയും അക്കാര്യത്തിന് അപവാദമല്ല. അദ്ദേഹം അത് അവതരിപ്പിച്ച രീതി മലയാള മനോരമ നമുക്ക് തരുന്നത് കാണുക. ജൂലൈ 9 യോഗത്തിലെ ഉത്തരവാദപ്പെട്ട വ്യക്തിയെ ചോദ്യം ചെയ്തുവെന്നും ഇക്കാര്യം കേസ് ഡയറിയിൽ വ്യക്തമാണ് എന്നും AG KP ദണ്ഡപാണി ബോധിപ്പിച്ചു. അതാരാണ് എന്ന് കോടതി ചോദിച്ചപ്പോൾ കേസിൽ പരാതിക്കാരും പ്രതികളും ഉൾപ്പെടെ കക്ഷികളുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ അന്വേഷകർക്ക് ബാധ്യതയുണ്ടെന്നും വിശദാംശം വെളിപ്പെടുത്തുന്നില്ല എന്നും AG പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വിശദാംശം വെളിപ്പെടുത്തരുതായിരുന്നു. എന്നാൽ കോടതി ആവർത്തിച്ച് ചോദിച്ചപ്പോഴാണ് CM ചീഫ് മിനിസ്റ്റർ എന്ന് മറുപടി നൽകിയത്. അങ്ങനെ ഉദ്വേഗജനകമായ നിമിഷങ്ങളുടെ മുൾമുനയിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ചോദ്യം ചെയ്ത കാര്യം തൻ്റെ കേസ് ഡയറിയിലുണ്ട്, താൻ അവതരിപ്പിച്ച കേസ് ഡയറിയിലുണ്ട് എന്ന് AG കോടതിയിൽ പറഞ്ഞത്. ഇനി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ ചോദ്യം ചെയ്തവരോട് എന്തെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത്? അതേ സംബന്ധിച്ച വാർത്തയും സോളാർ വിവാദം ശ്രീധരൻ നായർക്കൊപ്പം സരിതയില്ലായിരുന്നു എന്ന് മുഖ്യമന്ത്രിയുടെ മൊഴി, ഇതേ സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും AG കോടതിയിൽ നൽകിയ കേസ് ഡയറിയിലുണ്ടെങ്കിൽ മലയാള മനോരമയ്ക്ക് അതിൻ്റെ വിശദാംശങ്ങൾ കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ: സോളാർ കേസിലെ പരാതിക്കാരനായ ശ്രീധരൻ നായരെ താൻ ഓഫീസിൽ കാണുമ്പോൾ കേസിലെ പ്രതി സരിത നായരൊപ്പം ഉണ്ടായിരുന്നില്ല എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. അവിടെ മലയാള മനോരമ ചോദ്യം ചെയ്യൽ എന്നല്ല, മൊഴി നൽകി എന്ന നിലയ്ക്കാണത് പറയുന്നത്. ഇനി മലയാള മനോരമ മറ്റൊരു സൗജന്യം കൂടി ഉമ്മൻചാണ്ടിക്ക് അനുവദിച്ച് നൽകുന്നത് കാണുന്നതും രസകരമാണ്. കാണുക: നേരത്തെ ട്രാവൻകൂർ ടൈറ്റാനിയം കേസുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ മൊഴിയെടുത്തിരുന്നു. മുഖ്യമന്ത്രിയായിരിക്കെ നടത്തിയ ഇടപാടിൻ്റെ പേരിൽ പാമോലിൻ കേസുമായി ബന്ധപ്പെട്ട K കരുണാകരൻ്റെയും ഭൂമിദാന കേസുമായി ബന്ധപ്പെട്ട് VS അച്യുതാനന്ദൻ്റെയും മൊഴി ഇരുവരും സ്ഥാനമൊഴിഞ്ഞ ശേഷം എടുത്തിട്ടുണ്ട് എന്നുകൂടി മനോരമ പറയുമ്പോൾ ഇതിലൊന്നും വലിയ അത്ഭുതമൊന്നുമില്ല. മൊഴിയെടുക്കുന്നത് വഴി മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ടതേയില്ല. ഉമ്മൻചാണ്ടിയും K കരുണാകരനും അച്യുതാനന്ദനുമൊക്കെ ഒരുപോലെ തന്നെയാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ ഒരാവശ്യവുമില്ലാതെ ആരും ചോദിക്കാതെ ഒരു പാരഗ്രാഫ് വാർത്ത മനോരമ തരുമ്പോൾ മനോരമ ഭംഗ്യന്തരേണ മറച്ചുവെക്കുന്ന ഒരു കാര്യം, ഒരു സാമ്പത്തിക കബളിപ്പിക്കൽ അഴിമതി കേസുമായി ബന്ധിപ്പിച്ച് തട്ടിപ്പുകാരെന്നും കൊലപാതകികളെന്നും ഏകദേശം ആരോപിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെയും അവരുടെ വെപ്പാട്ടിയും ചേർന്ന ഒരു തട്ടിപ്പ് കേസിലെ കാര്യത്തിലാണ് ഉമ്മൻചാണ്ടിയിൽ നിന്ന് മൊഴിയെടുത്തത് അല്ലെങ്കിൽ ചോദ്യം ചെയ്തത് എന്ന കാര്യം മറച്ചുവെക്കുന്നു. മറിച്ച് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സാഹചര്യത്തിൽ K കരുണാകരനും അതുപോലെ VS അച്യുതാനന്ദനും സംഭവിച്ച ചില കേസുകളുമായി ബന്ധിപ്പിച്ചെടുത്ത മൊഴിയും അത് ഗവൺമെൻറ്റുമായി ബന്ധിപ്പിച്ച കാര്യമാണ്, സർക്കാരിൻ്റെ നടപടികളുമായി ബന്ധിപ്പിച്ച കാര്യമാണ്. ആ മൊഴിയും ഈ കേസിലെ വൃത്തികെട്ട ഈ കേസിലെ ഉമ്മൻചാണ്ടി എടുത്ത മൊഴിയും ഒരുപോലെ തന്നെയാണ് എന്ന് മനോരമ പറയുമ്പോൾ മനോരമയുടെ ഭേദവിചാരം കണ്ട് മൂക്കത്ത് വിരൽ വെച്ച് വായനക്കാരൻ അത്ഭുതപ്പെട്ടു പോകും. ഇനി മറ്റൊന്ന്, ഉമ്മൻചാണ്ടിയുടെ മൊഴിയെടുക്കുകയാണോ അഥവാ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയാണോ സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് സംസാരിച്ചാൽ ദീപിക, ചന്ദ്രിക തുടങ്ങിയ 2 പത്രങ്ങൾ ഇത് മൊഴി രേഖപ്പെടുത്തിയെന്ന് പറയുമ്പോൾ മറ്റ് ഇംഗ്ലീഷ് മലയാളം പത്രങ്ങൾ മുഴുവൻ പറയുന്നത്
ഉമ്മൻചാണ്ടിയെ ചോദ്യം ചെയ്തു എന്ന നിലയ്ക്ക് പറയുമ്പോൾ ചോദ്യം ചെയ്തു എന്ന വിശേഷണത്തിന് മറ്റ് അർത്ഥങ്ങൾ കൂടിയുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം.